എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പച്ച നേന്ത്രക്കായ കൊണ്ട് ഇതുവരെ ആരും ഉണ്ടാക്കാത്ത അത്യുഗ്ര സ്നാക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിരിക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല നാടൻ പച്ച നേന്ത്രക്കായ തൊലി കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തത് 2 എണ്ണം, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന്, 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1 ടീസ്പൂൺ കടലപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, മല്ലിയില കുറച്ച്, കാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത് കുറച്ച്, കായംപൊടി 1/2 ടീസ്പൂൺ. കട്ട് ചെയ്ത് വെച്ച നേന്ത്രക്കായയിൽ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പുമിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതങ്ങനെ 10 മിനിറ്റോളം വെക്കണം. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ബ്രൗൺ കളറാകുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. ബാക്കി ചേരുവയായ കടലപ്പൊടിയും മൈദപ്പൊടിയും കുറച്ച് വെള്ളത്തിൽ കുറുന്നനെ കലക്കിയെടുക്കുക. അതിലേക്ക് മുളക് പൊടിയും കറിവേപ്പിലയും മല്ലിയിലയും കായംപൊടിയും മഞ്ഞൾപ്പൊടിയും കാപ്സിക്കവും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. വറുത്തുകോരി മാറ്റി വെച്ച ബനാന പീസുകൾ ഓരോന്നായി നന്നായി ഇതിൽ മുക്കിയ ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ചട്ടുകം കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കണം. വെന്തു പാകമായാൽ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. രുചികരമായ പുതുപുത്തൻ വിഭവമായ ബനാന സ്റ്റിക്ക് റെഡിയായി. ഇതിൻ്റെ സ്വാദ് നിങ്ങൾക്കൊരു പുതിയ അനുഭവമായിരിക്കും. ഒട്ടും സമയം കളയാതെ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ മടിച്ചു നിൽക്കുന്നവരൊക്കെ ലൈക്കുകളും കമൻറ്റുകളും സബ്സ്ക്രൈബും നൽകി എന്നെ പ്രോത്സാഹിപ്പിക്കൂ. ഇതിനേക്കാൾ മികച്ചൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ബൈ.